നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളെന്താ അഖിയുടെ കൂടെ നിങ്ങളുടെ ബെഡ്റൂമില്? ഒന്നുമില്ല, എന്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വന്നതാ. ആ ക്ലാസ് എടുപ്പ് അത്ര ശരിയായ ക്ലാസ് എടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമൃതയെടുത്തിക്കും കൊറേയൊക്കെ അറിയാം, ചോദിച്ചാ മതി. പറഞ്ഞു തരുമെന്നേ. കൊറേ കാര്യങ്ങള് അമൃതയെടുത്തിയും കണ്ടിട്ടുണ്ട്. കൊറേ നേരത്തെ നടന്ന സിനിമാ രീതിയിലുള്ള ചില സംഭവങ്ങൾ. എന്ത് എന്ത് സംഭവങ്ങളാ? ഒന്നുമില്ല. ഞാനിതെന്തിനാ പറയണേ? വേണ്ട, നിന്റെ അമൃതയെടുത്ത് തന്നെ പറയും. ആ അല്ല, ചിലപ്പോ അമൃതയെടുത്ത് പറഞ്ഞെന്നും വരില്ല. കാരണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ ഏട്ടത്തിക്കും അറിയാം. ഏട്ടി, എന്താ സംഭവിച്ചെന്ന് പറ. അല്പം മറച്ചു വെച്ച് പറയണോ അതോ നടന്നത് അതുപോലെ അങ്ങ് പച്ചയ്ക്ക് പറയണോ? അതുപോലെ തന്നെ പറഞ്ഞു മതി. ആഖിയും വന്ദനയും കൂടെ അവിടെ താഴെ അവളുടെ മുറിയിലെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ആഖി വന്ദനയുടെ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ തഴുകി തഴുകി ചെയ്യുന്നവർക്കോ ആണോ ഇല്ല, പറയുന്ന എനിക്കെങ്കിലും നാണം വേണ്ടേ? അല്ല, നീ അമൃത എടുത്തോട് ചോദിച്ചാൽ മതി, എല്ലാം പറഞ്ഞു തരും. നിന്റെ സ്ഥാനത്ത് ഞാനിങ്ങനായിരുന്നെങ്കിലും ഉണ്ടല്ലോ, അവളുടെ വായിലെ 32 പല്ലും താഴെ കിടക്കുമായിരുന്നു. നീ ഇങ്ങനെ ഭട്ടിയും പൂജയൊക്കെ ആയിട്ട് അങ്ങ് നടന്നു. ഹലോ ഐശ്വര്യ, അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്ദന കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം പക്കയാ. അവള് ആദ്യ റൗണ്ടിൽ ജയിച്ചു, പക്ഷേ 2ാം റൗണ്ട് നിർണായകമാണ്. അത് ഞാൻ നേടും. ശ്യാമയുടെ മനസ്സിപ്പോ പഠിത്തത്തിലല്ല, വന്ദനയിലാ കുടുങ്ങിക്കിടക്കുന്നത്. വന്ദന എന്ത് ചെയ്യുന്നു, വന്ദന അഖിയുമായിട്ട് മിണ്ടുന്നുണ്ടോ, വന്ദന ഉറങ്ങുന്നോ, വന്ദന ഉണരുന്നോ, അതൊക്കെ ഉള്ളൂ ഇപ്പോ. പഠിത്തം ഗോവിന്ദ. ഓക്കെ ഐശ്വര്യ, ഇതിന് പിന്നിലെ എൻ്റെ ലക്ഷ്യങ്ങൾ നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. വർമ്മയുടെ കമ്പനിയുടെ മുകളിൽ എൻ്റെ കമ്പനി വരണം. അതറിയാം, പക്ഷേ അതിന് ഞാൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകള് അങ്കിളിനും അറിയാലോ. അങ്കിളുടെ കമ്പനി ഞങ്ങളുടെ കമ്പനിയിൽ ലയിപ്പിക്കണം. പിന്നെ നമ്മൾ 2 പേരും അതിൻ്റെ മ്യൂച്വൽ ഹെഡുകളാകും. തീരുമാനിച്ച വ്യവസ്ഥകളിൽ നിന്നും ജഗന്നാഥൻ ഒരിക്കലും പിന്നിലേക്ക് പോവില്ല. ഐശ്വര്യയും പോവില്ല. നമുക്ക് 2 വെല്ലുവിളികളെ നേരിടേണ്ടത്, ശ്യാമയും അമൃതയും. 2നെയും ഒതുക്കിയ നമ്മൾ ജയിച്ചു. അമൃതയെ അശ്വതിയിൽ കൂടി തന്നെ നമുക്ക് ഒതുക്കാം. അശ്വതിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് ഉടനെ കിട്ടും. ഞാനും മായയും അതിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പോൾ ഓക്കെ ഐശ്വര്യ, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ ഉണ്ട്. നമ്മൾ നേടും, നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും. വന്ദനയോട് ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്തെങ്കിലും വന്ദന പറഞ്ഞോ? ഓഹോ, കൂട്ടുകാരോട് പറഞ്ഞതെല്ലാം ഞാനും കേൾക്കണം അല്ലേ? ശരി, ഞാൻ പറഞ്ഞ എന്താന്ന് ഞാൻ തന്നെ പറയാം. എനിക്ക് ഉറങ്ങണം. ശ്യാമേ, മാറ്. എന്താ മാറ്.
ഇതെന്താ? ഉം. എടി ശ്യാമേ, നീ എന്താ പറഞ്ഞത്? മത്സരത്തിൽ ജയിക്കുവന്നോ? എന്നിട്ടിപ്പോ എന്തായി? ആരാ ജയിച്ചത്? മാഡം, അവിവേകം പൊറുക്കണം. ഞാൻ മാഡത്തിൻ്റെ ഒരു ദാസിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. മാഡം, എന്നെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കരുത്. എൻ്റെ കയ്യൊന്ന് മസാജ് ചെയ്യ്. ചെയ്യാം മാഡം. മാഡത്തിൻ്റെ കൈകൾ മസാജ് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ശരി, ഇനി എൻ്റെ കാലിൽ കിടക്കുന്ന എൻ്റെ പാദരക്ഷകൾ തുടച്ച് വൃത്തിയാക്ക്. മാഡം, ചെരുപ്പ് തുടയ്ക്കാൻ. തുടയ്ക്കാം മാഡം. മാഡത്തിൻ്റെ ചെരുപ്പുകൾ തുടയ്ക്കാൻ പറ്റാന്നുള്ളത് എൻ്റെ മഹാഭാഗ്യ. അരുത്. അരുത് ശ്യാമേ. ദയയില്ലാത്ത മേധാവിയുടെ പാദരക്ഷ നീ തുടയ്ക്കരുത്. ചെരുപ്പ് തുടയ്ക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അഖിൽ സർ. നീ എന്റെ ശ്യാമയെ കൊണ്ട് ചെരുപ്പ് തുറപ്പിക്കും അതെ? ശ്യാമയും തല്ലും, നിന്നെയും തല്ലും. ഐശ്വര്യ, ഐശ്വര്യ, ശ്യാമ എവിടെ? അഖ എവിടെ? ശ്യാമയോ? ദേ, നട്ടപ്പാതിലേക്ക് സ്വപ്നം കാണുന്നതൊക്കെ കൊള്ളാം. ഇവിടെ ബാക്കിയുള്ള നടന്ന് ഉറങ്ങണം. ഉറങ്ങിക്കും. പക്ഷേ ഞാൻ സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്നതേ ഈ മത്സരത്തിന് ശേഷം. സ്വപ്നത്തിൽ കണ്ടതുപോലെ എല്ലാ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ച് അവളെ അപമാനിക്കുകയും ചെയ്യും. നിനക്ക് വട്ട മുഴുത്ത വട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.